കല്യാണം പോലും ഞാൻ ഒരു സെപ്റ്റംബർ ഒക്ടോബർ കല്യാണം കഴിക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലും എനിക്കിപ്പോ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇത്രയും ഇഷ്യൂ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരാളുമായിട്ട് ഇനിയൊരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ടനായി പോകും. അങ്ങനെ ഒരു മണ്ടത്തരത്തോടെ എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമൊന്നുമില്ല. അന്ന് പറഞ്ഞ പോലെ ദേഷ്യമൊന്നുമില്ല. പിന്നെ ഒരാൾ കാണിക്കേണ്ട എപ്പോഴും ഒരു മാന്യതകളുണ്ട് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട. അപ്പം അതിനോട് ഞാനത് കണ്ടില്ല. ഇപ്രാവശ്യത്തെ ഒരു ബിഗ് ബോസ് 6 എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്സികളായിരുന്നല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സി എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ സിജോയുടെയും അതുപോലെ തന്നെ റോക്കിയുടെയും തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏറ്റവും വലിയ ഫൈറ്റ് എന്ന് വെച്ചാൽ സിജോ റോക്കി അവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ട് ഒരു വെർബൽ ഫൈറ്റ് നടന്നത്, അതായത് വായ്ത്തല്ലുണ്ടായിരുന്നു. ആ വായ്ത്തല്ലിൽ സിജോ റോക്കിനെ ഭയങ്കരമായിട്ട് പ്രകോപിപ്പിക്കുകയും കുണുവാവെ എന്ന് വിളിച്ച് അവനെ പ്രകോപിപ്പിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് അവസാനം എല്ലാ ക്ഷമയും അറ്റിട്ട് റോക്കി എന്ത് ചെയ്യുന്നു, സിജോന്റെ മോന്ത അടിച്ചു പൊളിച്ചിട്ട് നമ്മൾ വിചാരിക്കും ഒരു ചെറിയ ഒരു അടിയാണെന്നാ വിചാരിക്കുക. പക്ഷെ അതുമായി ബന്ധപ്പെട്ടിട്ട് സിജോക്ക് ഒരുപാട് സർജറി ആവശ്യം വരികയും കുറേ ദിവസങ്ങൾ ബിഗ് ബോസിൽ നിന്ന് മാറി നിന്നിട്ട് ഗെയിം ഒന്ന് ഇൻവോൾവ് ആകാൻ പറ്റാതെ മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം വരും. പിന്നെ 45ാമത്തെ ദിവസം കണ്ടാണ് സിജോ തിരിച്ചു വരുന്നത്. പിന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു സിജോയ്ക്ക്, കാരണം സംസാരിക്കാൻ പ്രോപ്പറായിട്ട് പറ്റില്ല. ഫുഡ് 2 ആഴ്ചത്തോളം വെറും ജ്യൂസ് ഐറ്റംസ് മാത്രമേ കഴിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എന്തൊക്കെയോ ഒരു മെറ്റൽ പ്ലേറ്റ് ഒക്കെ ഇട്ടും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിജോക്ക് അനുഭവിക്കേണ്ടി. റോക്കിയുടെ കേസ് പറയുകയാണെങ്കിൽ റോക്കിനെ ബിഗ് ബോസിൽ നിന്ന് തന്നെ അങ്ങോട്ട് പുറത്താക്കി. റോക്കി പറയുന്നത് എന്താ വെച്ചാൽ കഴിഞ്ഞ 5-6 വർഷമായിട്ട് കാത്തിരുന്ന് കിട്ടിയൊരു അവസരമായിരുന്നു, അതങ്ങോട്ട് മിസ്സായി. ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേർക്കും, അടി കൊടുത്തവനും അടി കിട്ടിയവനും രണ്ടുപേർക്കും ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമായി തന്നെ പറയാം. സിജോ വളരെ നല്ലൊരു പ്ലെയർ ആയിരുന്നു കേട്ടോ. പക്ഷേ സിജോക്ക് കയറി വരാൻ പറ്റാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ ഇദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫിസിക്കൽ അറ്റാക്ക് തന്നെയായിരുന്നു. അത് കാരണം ഒരുപാട് അദ്ദേഹത്തിന് ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പറ്റില്ല, ചില ടാസ്കുകൾ ഇൻവോൾവ് ആകാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് സിജോക്ക് ഉള്ളത് കൊണ്ട് തന്നെ ടാസ്കിൽ വളരെ നന്നായിട്ട് ഇൻവോൾവ് ആകാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ പസ് വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും രണ്ടുപേരും ഒരുപാട് അനുഭവിച്ചു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു ബേസിക് ഇന്റലക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രകോപിപ്പിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ബിഗ് ബോസിൽ കേട്ടോ, പ്രകോപിപ്പിക്കുന്ന സമയത്ത് പല രീതിയിൽ പ്രകോപനം ഉണ്ടാവും. അതിലൊന്നും വീഴാതെ വെർബൽ ഫൈറ്റ് തിരിച്ചാവാം. അതല്ലാതെ ഒരിക്കലും മറ്റൊരാളുടെ മേലിൽ കൈവെക്കാത്ത രീതിയിൽ കളിക്കണം. പക്ഷേ അസീറോക്ക് എനിക്ക് തോന്നുന്നു കുറച്ചധികം ആ ഒരു കൺട്രോള് കിട്ടാത്ത ഒരാളായതുകൊണ്ടായിരിക്കാം അദ്ദേഹം നമ്മുടെ സിജോനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയുണ്ടായി. അങ്ങനെ എന്തായാലും രണ്ടുപേരും ഒരുപാട് അനുഭവിച്ചു എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ ഇതിൽ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫൈറ്റിന് ശേഷം സിജോ നേരെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തുടങ്ങി. അതായത് വേറൊരു സീക്രട്ട് റൂമിലേക്ക് മാറ്റി, പിന്നെ റോക്കിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രേക്ഷകരെ, അതല്ലാന്നുണ്ടെങ്കിൽ റോക്കിനെ കാണുന്ന കുറേ ആൾക്കാർക്ക് ചൊടിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ റോക്കി പ്രോപ്പറായിട്ട് അപ്പോളജൈസ് ചെയ്തില്ല, അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞില്ല എന്നുള്ളത്. ഇത്രയും വലിയൊരു അബ്യൂസ് നടത്തിയിട്ട് സിജോക്ക് ഇത്രയും പരിക്കുണ്ടായിട്ട് അതിന് റോക്കി പ്രോപ്പറായിട്ടൊരു സോറി പറഞ്ഞില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ റോക്കിനെ മാത്രമേ കുറ്റപ്പെടുത്തുന്നത്. പക്ഷെ ആ ഒരു സീന് കണ്ട സമയത്ത് ഒരു പങ്ക് അതിനകത്ത് സിജോക്കുണ്ട്. സിജോ എന്തോ ആയിക്കോട്ടെ, ഒരാളെ പ്രകോപിപ്പിക്കുമ്പോൾ അടി കിട്ടുമെന്ന് തോന്നുന്ന ഒരു സമയത്ത് അത് നിർത്തണമായിരുന്നു. പക്ഷെ അത് എന്ത് ചെയ്തില്ല, സിജോ നിർത്തിയില്ല. അതുപോലെ തന്നെ റോക്കി കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എന്താ പറയുക, കൈവിട്ട ആയുധവും പോയ വാക്കും പിടിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ കൊടുത്ത അടി തിരിച്ചു വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും അത് അങ്ങനെ ഒരു സിറ്റുവേഷനിലെത്തി. പിന്നെ റോക്കിട്ട ലൈവ് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. റോക്കി മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലൈവ് ഇട്ടത്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കിനെ തന്നെ വെളുപ്പിക്കുന്ന രീതിയിലാണ് ലൈവ് ഇട്ടതെന്ന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ബിഗ് ബോസ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബിഗ് ബോസ് സീസൺ 6 മലയാളം എൻഡ് ചെയ്തു. എല്ലാ കോണ്ടസ്റ്റൻസും പുറത്തു വന്നു. ഈ ഒരു സാഹചര്യത്തിൽ റോക്കി വീണ്ടും സോറി പറയാണ് കേട്ടോ, അപ്പോളജൈസ് ചെയ്യാണ്. ഇപ്രാവശ്യം വളരെ ജെന്യുവിനായിട്ട് ഓൺ ദ പോയിന്റ് ആയിട്ടാണ് റോക്കി മാപ്പ് പറയുന്നത്. അപ്പൊ എന്തായാലും വിഷ്വൽ കണ്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം. സിജോയുടെ അടുത്ത് എനിക്ക് ഈ വോയിസ് നോട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ സിജോ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് സിജോയോട് പറയാനുള്ളത്, സിജോ എനിക്ക് നിന്നോട് പേഴ്സണലി എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യമില്ലടാ, ഒരു ദേഷ്യമില്ല, ഒന്നുമില്ല. കാര്യം എനിക്ക് നല്ലൊരു ഫ്രണ്ട് തന്നെയായിരുന്നു നീ. എനിക്ക് അവിടെ നമ്മുടെ ഒരുമിച്ചുള്ള ഒരുപാട് സംഭവങ്ങൾ, നമ്മൾ ഒരുമിച്ച് നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റിയലി മിസ് യു മാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നീയും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി. അതിന് മേലിൽ എനിക്ക് ദേഷ്യം ഉണ്ടായി നിന്റെ അടുത്ത് എനിക്ക് ദേഷ്യം തന്നെയായിരുന്നു. കാര്യം നീ കാരണം ഞാൻ പുറത്തായി, അല്ലെങ്കിൽ ഞാൻ കാരണം പിന്നെ
നിനക്കും പ്രോബ്ലംസുകളൊക്കെ ഉണ്ടായി. അപ്പം എല്ലാത്തിനും എന്താ പറയാ, ഞാനത് അവിടുന്ന് കൺഫെഷൻ റൂമിൽ തന്നെ ഞാൻ ഒരുപാട് മാപ്പ് കാര്യങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺസ് അഗൈൻ സിജോ, ഐ ആം റിയലി സോറി. എനിക്ക് നിന്റെ അടുത്ത് യാതൊരുവിധ ദേഷ്യമില്ല. നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ അത് നീ ക്ഷമിക്കണം. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാൻ അതും കൂടെ പറയാണ് സിജോയോട്. പിന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സിജോയോട് ഒരു സോറി ചോദിക്കണം, സിജോയോട് ഒരു സോറി ചോദിക്കണമെന്ന്. അപ്പം സിജോയോട് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ ആൾക്കാരോടും ബിഗ് ബോസിൽ ഞാൻ സിജോയെ ഇടിച്ച് അല്ലെങ്കിൽ സിജോയായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങൾക്ക് ആർക്കൊക്കെ വേദനിച്ചിട്ടുണ്ടോ, ആർക്കൊക്കെ എൻ്റെ മേലിൽ ദേഷ്യമുണ്ടോ, അവരെല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഐ ആം റിയലി സോറി. ഓക്കെ, ഇനി ഒരിക്കലും എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. എൻ്റെ ലൈഫിലും റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അപ്പം എന്താ പറയാ, നിങ്ങളെ എല്ലാവരുടെ ഇത് നിങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. പിന്നെ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. ചുമ്മാ വന്നിട്ട് ഇതിലും വന്ന് തെറി വിളിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇതിലും വന്നിട്ട് വെറും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ എനിക്ക് ഒരു ലോഡ് പുച്ഛമാണ്. റോക്കിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ കേട്ടോ. എന്തൊക്കെയോ ഒരു പ്രത്യേക ക്യാരക്ടർ പോലെയുള്ള ഒരു മനുഷ്യനാണ് റോക്കി. ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളുടെ ഒരു ഇന്റലക്റ്റോ അങ്ങനത്തെ ഒരു സംഭവമൊന്നും അല്ല റോക്കിക്ക് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തുള്ളത്. റോക്കി എന്തോ വലിയൊരു സംഭവം. ഇപ്പം അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, റോക്കി ബിഗ് ബോസിൽ ഉപയോഗിച്ച വാട്ടർ ബോട്ടിൽ എത്ര 10 ലക്ഷം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ലൈവ് ഇട്ടുണ്ടായിരുന്നു. അത് 10 ലക്ഷത്തിന് ആര് വാങ്ങിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് ലൈവൊക്കെ കുറച്ചൊരു എന്താ പറയുക, ഒരു കിളിപോയ കേസാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നാലും ഫൈനലി റോക്കി പ്രോപ്പറായിട്ട് അപ്പോളജൈസ് ചെയ്തു എന്നുള്ളതാണ്. പല ആളുകളും പറയുന്നത് റോക്കി അപ്പോളജൈസ് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ സിജോ ഇൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ പെടും. കാരണം സിജോ ഇപ്പോഴാണല്ലോ പുറത്ത് വന്നിട്ട് ഈ ബിഗ് ബോസ് മൊത്തം കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം പുറത്ത് വന്നിട്ട് ഇവൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവനെ എവിടെ അപ്പോളജൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ആർക്കാണെങ്കിലും ദേഷ്യം വരും തോന്നിയിട്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. എന്തായാലും റോക്കി അതുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത് എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അറിഞ്ഞുകൂടാം. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്താ വെച്ചാൽ റോക്കി ആണെങ്കിലും സിജോ ആണെങ്കിലും 2 സ്ട്രോങ് കോണ്ടസ്റ്റൻസ് ആയിരുന്നു ബിഗ് ബോസിനകത്ത്. ഈ 2 കോണ്ടസ്റ്റൻസിനും അവരെ പവർ കംപ്ലീറ്റ് അങ്ങോട്ട് പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർ ഇടയിലുണ്ടായ ഒരു ഫൈറ്റ് തന്നെയാണ്. ആ 2 പേർക്ക് അവരുടെ ഗെയിം ലൂസായി. ഒന്നാമത് റോക്കിയുടെ ഗെയിം ലൂസാകും, കാരണം പുറത്തായി. സിജോക്ക് ഒരുപാട് കാലം സീക്രട്ട് റൂമിൽ നിൽക്കേണ്ടി വന്നു. പിന്നെ തിരിച്ചു വന്നിട്ട് പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ മൊത്തത്തിൽ പെയിനാണ്. പിന്നെ അതുപോലെ പസ് വരും, പിന്നെ മെറ്റൽ പ്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ് ഡിസ്കംഫർട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആക്ടിവിറ്റീസിലൊന്നും ഇൻവോൾവ് ആകാൻ പാടില്ല. അപ്പോൾ ഹൗസിനകത്തുണ്ട്, പക്ഷെ പ്രോപ്പറായിട്ട് ഇൻവോൾവ് ആകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു സിജോക്ക്. സത്യം പറഞ്ഞാൽ 2 പേരും ഭയങ്കരമായിട്ട് സഫർ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിന് ശേഷം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം സിജോ പുറത്ത് വന്നതിന് ശേഷം കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി റോക്കിൻ്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ സിജോ പറയുന്നൊരു മറുപടി ഉണ്ട് മക്കളെ, നമുക്കത് കണ്ടിട്ട് വരാം. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ റോക്കി കാരണം കൊണ്ടാണോ? റോക്കിയോടുള്ള മനോഭാവം എന്താണ് ഇപ്പോൾ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പരാതിയില്ല, ദേഷ്യമില്ല. അതിനപ്പുറത്തേക്ക് എനിക്ക് സൗഹൃദം ഞാൻ പറഞ്ഞിട്ടില്ല, സുഹൃത്തുക്കളായിട്ട് തുടരുന്നത് ഇല്ല. എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ വല്ല ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ് ബിഗ് ബോസ്. ഇവിടെ വെച്ച് ഞാൻ പറയാം, എന്റെ കാഴ്ചപ്പാടിൽ, എന്റെ വ്യൂ പോയിന്റിൽ 2ാമത്തെ ആഴ്ച അല്ല 16 ദിവസം വരെ ഞാൻ എന്തായാലും കൃത്യമായിട്ട് അറിയാം. അതിൽ നിന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ആഹാരം കഴിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുകളാണ്. എന്റെ ഉറക്കം എനിക്കിപ്പോഴും ശരിയല്ല. സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴുള്ള പെയിൻ വരുന്നുണ്ട്, പസ് വരുന്നുണ്ട്. എന്റെ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യവും എനിക്ക് മാറ്റി വെക്കേണ്ടി വരും. ഞാൻ എന്റെ കല്യാണം പോലും ഞാൻ ഒരു സെപ്റ്റംബർ ഒക്ടോബർ കല്യാണം കഴിക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലും എനിക്കിപ്പോൾ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇത്രയും ഇഷ്യൂ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരാളുമായിട്ട് ഇനി ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ടനായി പോകും. അങ്ങനെ ഒരു മണ്ടത്തരത്തോടെ എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമൊന്നുമില്ല. അന്ന് പറഞ്ഞ പോലെ ദേഷ്യമൊന്നുമില്ല. പിന്നെ ഒരാൾ കാണിക്കേണ്ട എപ്പോഴും ഒരു മാന്യതകളുണ്ട്, ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട. അപ്പം അതിനോട് ഞാനത് കണ്ടില്ല. അത് 100 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു വീഡിയോ തന്നെ ഒരാൾ അയച്ചു തന്നു. ഞാനത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. ഇപ്പൊ എനിക്കത് ഇഗ്നോർ ചെയ്ത് വിടേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ മേ ബി ഫൈനൽ ഭാഗം ഞാൻ പറയുന്നില്ല, പക്ഷേ എന്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചുകൂടെയൊക്കെ എന്റെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്മെന്റ് ഒന്നും അല്ല, എനിക്ക് ഇഷ്ടപ്രകാരം പെർഫോം ചെയ്യാൻ സാധിക്കുമല്ലോ. ഞാൻ 2ാമത്തെ വരവിൽ എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എനിക്കൊരു സ്ഥലത്ത് പ്രതികരിക്കേണ്ടി വരണം, സംസാരിക്കണം തോന്നുമ്പോൾ ഞാൻ എണീക്കുന്ന സമയത്ത് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായതുകൊണ്ട് എനിക്ക് ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലതവണ ഉണ്ടായിട്ടുണ്ട്. ഒരു ടാസ്ക് വരുമ്പോഴത്തേക്ക് ഞാൻ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ ക്യാപ്റ്റൻസിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ എണീറ്റ് പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല, കാരണം ക്യാപ്റ്റൻസി ടാസ്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റണമെന്നില്ല, അതുകൊണ്ട് എനിക്ക് മാറി നിൽക്കേണ്ടി വരണം. അങ്ങനെ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ തളർവാദി രോഗികൾ വന്ന് ബിഗ് ബോസിൽ കളിക്കുന്ന പോലെ 2ാമത്തെ അവസ്ഥ. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ അത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, അത് ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിപ്പോയതാണ്. അപ്പം അതിൽ ഞാൻ ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതില്ല, പരാതിയില്ല, ദേഷ്യമില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പോഴും ഞാൻ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിനും രശ്മിനും തമ്മിൽ പ്രോബ്ലം ഉണ്ടായി. അത് ആ ഹൗസിൽ
അവിടെ മാത്രമല്ല ഇപ്പൊ നിങ്ങൾ കണ്ടുപോയെന്ന് എനിക്കറിയില്ല, കാരണം നമ്മളോട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരാൻ നിർബന്ധങ്ങളൊന്നും ഇല്ല. അപ്പൊ പല ഇൻസിഡൻസിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോൾ ഞാൻ ഇടപെടാറുണ്ട്. കാരണം അത് എന്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു അടുത്ത ബിഗ് ബോസുകളിൽ ഒരിക്കലും ഉണ്ടാകാനും പാടില്ല. ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം അമ്മയെ കണ്ടിട്ട് അമ്മ എന്ത് പറഞ്ഞു? കാരണം ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അമ്മ ഞാൻ ബിഗ് ബോസിനകത്ത് വെച്ചാണ് അമ്മ ഞാൻ പരിക്കിന് ശേഷം കാണുന്നത്. എന്ത് പറഞ്ഞു അമ്മ? എന്ത് പറഞ്ഞു അമ്മ അന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ കണ്ടല്ലേ? അമ്മയ്ക്കും അറിയില്ലായിരുന്നു എന്തൊക്കെയാണ് എന്റെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അമ്മയുടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യം, അപ്പൊ ആ വ്യക്തി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില്ല. ഞാൻ എന്നെ പറ്റി പുറത്തെന്ത് പറഞ്ഞു എന്നുള്ളതല്ല, എന്റെ വീട്ടുകാരുടെ ജീവനോട് ഇരിപ്പുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ ഒരു അപകടം പറ്റുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുകൂടെ പരിഗണിക്കണം. സിജോയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആദ്യം തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സിജോ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും റോക്കിന്റെ അടുത്ത് ഇനി ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് റോക്കിനോട് ദേഷ്യമില്ല, റോക്കിനോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അവൻ്റെ ലൈഫ് ഡിഫിക്കൽട്ട് ആക്കാനൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നില്ല. കാരണം റോക്കി ഒരു ഫ്രണ്ട്ഷിപ്പ് ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിജോ പറയുന്നുണ്ട്, എൻ്റെ കല്യാണം പോലും ഇത് കാരണം മുടങ്ങി. കാരണം ഏതോ ഒരു മാസത്തിൽ ഇവൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഇനി എന്തോ ഒരു സർജറി കൂടെ ബാക്കിയുണ്ടെന്ന് ഇതിന് മുന്നത്തെ ഏതൊരു വീഡിയോയിൽ സിജോ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് അത് കാരണം ഇനി ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ റോക്കിൻ്റെ അടുത്തൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പോവില്ല. എൻ്റെ കല്യാണം പോലും ഡിലേ ആയി. കാരണം സിജോയ്ക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവർ ഇത്രയും വർഷമായിട്ട് പ്രണയത്തിലാന്നൊക്കെയുള്ള കാര്യം ഇത് വന്നത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഡിസ്ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ പ്രണയിനിയുടെ കൂടെ ഒരു ലൈഫ് പോലും ഈ ഒരു റോക്കി കാരണം ഡിലേ ആയി എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അത് കാരണം തന്നെ സിജോക്ക് ഒരിക്കലും റോക്കിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന്. പിന്നെ സിജോക്ക് വേറൊരു വിഷമം തോന്നാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ഇത് ഈ ഒരു വെർബൽ ഫൈറ്റ് കഴിഞ്ഞു, ഫിസിക്കൽ അബ്യൂസ് കഴിഞ്ഞതിന് ശേഷം റോക്കി പുറത്തു പോയല്ലോ. റോക്കിക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, സിജോന്റെ ഫാമിലിനെ കോൺടാക്ട് ചെയ്യും. പക്ഷെ സിജോന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഒരു അറ്റംപ്റ്റ് നടന്നില്ല എന്നുള്ളത് സിജോക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇൻ ഷോർട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് സീസൺ 6 എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ബ്ലെൻഡ് ഓഫ് സോ മെനി തിങ്സ്. ഒരുപാട് കാര്യങ്ങളുടെ ഒരു ബ്ലെൻഡായിരുന്നു ബിഗ് ബോസ് സീസൺ 6. അപ്പോൾ എന്തായാലും അതിലൊരു ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് നിലനിൽക്കുന്നത്, ഇപ്പോഴും ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സിജോ ആൻഡ് റോക്കി ഫൈറ്റ് തന്നെയായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.